നമസ്കാരം. വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 31, 23 വയസ്സുള്ള 2 മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് പറയുന്നത് 23 വയസ്സുള്ള യുവതിയുടെ ഡീറ്റെയിൽസാണ്. കുട്ടിയുടെ സെക്കൻഡ് മാരേജ് ആണ്. ആദ്യത്തേത് 2 മാസം മാത്രമാണ് നിന്നിട്ടുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗത്തിലാണ് വരുന്നത്. ഉയരം 5 അടിയാണ്. +2 ആണ് വിദ്യാഭ്യാസം. മതപഠനം 8th ആണ്. ഇവർ മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണെന്നും കൂടി അറിയിക്കുന്നുണ്ട്. വീട് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ്. കളർ ഫെയർ ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റ് ആണ്, മദർ ഹൗസ് വൈഫാണ്. ഒരു ബ്രദറാണ് ഉള്ളത്. ബ്രദറും മാരീഡാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 31 വയസ്സ് വരെയുള്ള തൃശ്ശൂർ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത്. മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് 31 വയസ്സുള്ള സുന്നി യുവതിയുടെയാണ്. ആളുടെ ഡിവോഴ്സാണ്. കുട്ടികളില്ല. കളർ ഫെയർ ആണ്. +2 ആണ് ക്വാളിഫിക്കേഷൻ. +2 കമ്പ്യൂട്ടർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കൊണ്ടോട്ടി ഭാഗത്താണ്. ഇവരുടെ ഫാമിലി ഫാദർ, മദർ, ഒരു സിസ്റ്ററാണ് ഉള്ളത്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 41 വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത്. മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനു മുന്നേ ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം. എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് നമ്മുടെ ചാനൽ വഴി വിവാഹം നോക്കാൻ സാധിക്കും. അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ്. പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട്. പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക. ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.